ഹായ്, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. ഇന്ന് ഒരു ലഞ്ച് മെനു ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കോവയ്ക്ക വെച്ചിട്ട് ഒരു ഫ്രൈ, ഒരു മീനിൻ്റെ ഫ്രൈ, ഒരു ചെറിയൊരു മുളകിട്ട മീൻ, മത്തിയാണെന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മത്തിയുടെ ഒരു മുളകിട്ട കറിയും കൂടിയാണ് ഇന്നത്തെ ലഞ്ചിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോവയ്ക്കൊക്കെ ഒന്ന് മുറിച്ച് എടുക്കാം. കോവയ്ക്ക നന്നായിട്ട് കഴുകി കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇനി എന്നിട്ട് അത് ഇതേപോലെ ചെരിച്ച് മുറിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും, ഇപ്പം നീളത്തിൽ വേണമെങ്കിലോ വട്ടത്തിൽ വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. രണ്ട് ഭാഗം കളയുക, ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതേപോലെ എല്ലാ കോവയ്ക്കും നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂണാണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കായം പൊടിയാണ്. ഒരു ടീസ്പൂണോളം കായം പൊടി ചേർക്കുന്നുണ്ട്. ഇട്ടെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കോവയ്ക്ക മുറിച്ചതിൻ്റെ ആ നനവിൽ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10-5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള പണികളൊക്കെ തീരുമ്പോഴേക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതിൽ പിടിച്ചോളും. എന്നിട്ട് വറുത്തെടുക്കാം. ഇനി മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറി വയ്ക്കാനും കുറച്ച് 2-3-4 എണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുമാണ്. അപ്പോൾ അതിലും ഇതേപോലെ നമുക്ക് മുളകൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, അതുപോലെ ചെറിയ ഉള്ളി, പെരുംജീരകം, കറിവേപ്പില കൂടി അരച്ച് ചേർത്തതാണ്. ഇനി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതും കുറച്ച് നേരം നമുക്ക് വയ്ക്കാം. കറികളൊക്കെ ആകുമ്പോഴേക്ക് ഇതിൽ മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. നമുക്ക് അതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് അതിൻ്റെ പരിഞ്ഞലാണിത് മത്തിയുടെ. ഇപ്പോൾ പരിഞ്ഞൽ വെച്ച് തുടങ്ങി. കുറേ കാലമായിട്ട് ചെറിയ മത്തി ആയിരുന്നു. ഇപ്പോൾ ഒന്ന് വലുപ്പം വെച്ച് തുടങ്ങിയതാണ്. അതിൻ്റെ പഞ്ഞൽ നമുക്ക് വേറെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതും അവിടെ കുറച്ച് നേരം പിടിക്കട്ടെ. മത്തിയിൽ നിന്ന് കുറച്ച് മത്തി നമ്മൾ എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു മുളക് ചാറ് വെക്കുന്നുണ്ട്. ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടാവട്ടെ. അതിലേക്ക് കുറച്ച് ഉലുവട്ട് പൊട്ടിക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുളക് ചാറാണ്. നന്നായിട്ട് അത് വഴറ്റുക. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഒരു 5-6 എണ്ണം ചതച്ചത് നന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ ചതച്ചെടുക്കാം. അതും കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം.
വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിന് ആവശ്യത്തിന് കുറച്ച് ചെറിയൊരു കറിയാണ്, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മീൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് ഉടയണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം, തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. കുറച്ച് നമുക്ക് കറിവേപ്പില ഇട്ടിട്ടില്ല, നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തടഞ്ഞിട്ട് ഇനി നമുക്ക് അതിലേക്ക് മീനിട്ടു ഇടയാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി കറിവേപ്പില നമുക്ക് മീതെ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ആദ്യത്തെ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. നമ്മളെല്ലാ കോവയ്ക്കും ഇതേപോലെ വറുത്തെടുത്തു. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ 3-4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി അത് കോരി മാറ്റാം. അങ്ങനെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ തിന്നാൻ രസമാണ് കേട്ടോ, നല്ല ക്രിസ്പാണ്. ഇങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അത് കണ്ടോ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തേച്ച് വെച്ച മത്തി ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കും. ചോറ്, മട്ടരിയുടെ ചോറ്, സാമ്പാർ, മീൻ കറി അല്ല, നല്ല വറ്റിച്ചെടുത്ത മീൻ കറി, പിന്നെ നമ്മുടെ താരം കോവയ്ക്ക ഫ്രൈ. നല്ല ഇതാണ് കേട്ടോ, ക്രിസ്പായിട്ട് നമുക്ക് ഇതും ഈ എന്താ പറയുക രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ മീൻ ഫ്രൈ ചെയ്ത്. ഇതാണ് ഇന്നത്തെ ലഞ്ച് മെനു.
കരിഞ്ഞൽ വറുത്തത്. നല്ല ടേസ്റ്റാണ് അല്ലേ കരിഞ്ഞൽ വറുത്തത് കഴിക്കാൻ. അതുപോലെ കോവയ്ക്ക ഫ്രൈ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ തിന്നാനും കണ്ടോ. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി അതുപോലെ സാമ്പാറൊക്കെ കുറേ പ്രാവശ്യം കാണിച്ചതാണ്. ഇന്നത്തെ ലഞ്ച് ഇതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ ഒന്ന് ഇതേപോലെയൊക്കെ കോവയ്ക്ക കിട്ടുമ്പോഴും ചാള കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.